ഇന്ത്യക്ക് ആണവായുധങ്ങളുണ്ടല്ലോ, എത്ര എണ്ണമുണ്ട്? അതൊക്കെ എവിടെയായിരിക്കും സൂക്ഷിച്ചിരിക്കുന്നത്? വല്ലാത്ത ചോദ്യമാണ് പ്രിയരെ. ഇന്ത്യയുടെ ആണവായുധം എത്രയുണ്ടെന്ന് ഇന്ത്യ എന്തായാലും പറയാൻ പോകുന്നില്ല. ഇനി അത് എവിടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാൽ അതിനേക്കാൾ വലിയ കുഴപ്പം പിടിച്ച ചോദ്യമാണ്. അതൊരിക്കലും ഇന്ത്യ പറയാൻ പോകുന്നില്ല. ഏറ്റവും കൗതുകം, പക്ഷേ കൗതുകരമാണ്, നമുക്ക് ആലോചിക്കാം. പക്ഷേ ഇപ്പോൾ ഇന്നലെ സ്റ്റോക്ക്ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന സിപ്രി അവിടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ 2025 180 ആണവായുധങ്ങളുണ്ട്. 2024 അത് 172 ഇപ്പോൾ ഈ വർഷമായപ്പോൾ 180 എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് പിന്നെ മുമ്പ് ചില സൈറ്റുകളിലൊക്കെ പറയുന്നത് ഇന്ത്യക്ക് 80 മുതൽ 250 വരെ ആണവായുധങ്ങളുണ്ട് എന്നൊക്കെ ചില സൈറ്റുകളിൽ കാണാം. പിന്നെ ചിലർ പറയുന്നത് ഇന്ത്യയുടെ പക്കൽ 5000 കിലോ പ്ലൂട്ടോണിയമുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ 1000 ആണവായുധങ്ങളൂടെ ഇന്ത്യക്ക് ഉണ്ടാക്കാം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ളത് റഷ്യയ്ക്കാണ്. റഷ്യയ്ക്ക് 5700 ഉണ്ട്. 5400-അടുത്താണ് അമേരിക്കയ്ക്കുള്ളത്. അത് കഴിഞ്ഞ് ചൈന, അത് കഴിഞ്ഞ് ഇന്ത്യ, അങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. അത് പക്ഷേ ഇന്ത്യക്ക് വേണേൽ 3-ാം സ്ഥാനത്ത് എത്തുന്ന തരത്തിലേക്കുള്ള ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്ന ഡിഫൻസ് സൈറ്റുകളുമുണ്ട്. ഇതൊന്നും ആധികാരികമല്ല. ഓരോരുത്തരുടെ സ്വയം വിലയിരുത്തലുകളും അസസ്മെൻറ്റും നടത്തിയിട്ട് പ്രതിരോധ രംഗം നിരീക്ഷിക്കുന്ന ജേർണലിസ്റ്റുകൾ ഡിഫൻസ് സൈറ്റുകളിൽ എഴുതി പറയുന്നതാണ്. അപ്പോൾ ഇന്ത്യക്ക് ആണവായുധമുണ്ട്, തർക്കമില്ല. നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്ക് ആണവായുധ സ്ട്രാറ്റജിയുണ്ട്. ഇന്ത്യയുടെ ആണവ നയം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് യൂസ് ഇല്ല, ആദ്യം നമ്മൾ ഉപയോഗിക്കത്തില്ല എന്നായിരുന്നു. അതായിരുന്നു കാലങ്ങളായിട്ടുള്ള നിലപാട്. പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ നമ്മൾ ആ നിലപാട് മാറ്റി. വേണ്ടി വന്നാൽ നമ്മൾ ആദ്യം അണവായുധം പ്രയോഗിക്കും എന്നാണ് ഇപ്പോൾ നമ്മുടെ നിലപാട്. നേരത്തെ നിലപാട് നോക്കൂ, ഞങ്ങൾ ആദ്യം അണവായുധം പ്രയോഗിക്കത്തില്ല എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും നമുക്കിട്ട് ഇങ്ങോട്ട് പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രയോഗിക്കും. അപ്പോൾ നമുക്ക് പറ്റേണ്ട ഡാമേജ് സംഭവിച്ചു കഴിയും. നമ്മുടെ രാജ്യത്ത് എവിടെയെങ്കിലും കൊണ്ട് അണുബോംബ് വിട്ട് നമ്മുടെ രാജ്യത്ത് ഈ തലമുറയും അടുത്ത വരാനിരിക്കുന്ന കുറേ തലമുറയും നശിച്ചതിന് ശേഷം പാകിസ്ഥാനെ കൊണ്ട് നമ്മൾ ബോംബിടുന്നത് എന്തിനാ? അതുകൊണ്ട് പാകിസ്ഥാൻ ഇത് റെഡിയാക്കി നമ്മളെ അടിക്കാൻ പോകുന്നു അറിയുമ്പോൾ തന്നെ നമ്മൾ കൊണ്ടിടണം. അതല്ലേ ശരി? അപ്പോൾ കോൺഗ്രസ് സർക്കാരുകൾ എടുത്തിരുന്ന ആ നിലപാട് നരേന്ദ്രമോദി മാറ്റി. വേണ്ടി വന്നാൽ, ആവശ്യം വന്നാൽ ഇന്ത്യക്കെതിരെ ആണവ, ജൈവ, രാസ ആയുധങ്ങൾ പ്രയോഗിക്കാനുള്ള സാധ്യത ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ ആദ്യം പ്രയോഗിക്കും എന്നാണ് ഇപ്പോഴുള്ള നമ്മുടെ ന്യൂക്ലിയർ ഡോക്ട്രിൻ സിദ്ധാന്തം, തിയറി. അത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഇതുണ്ട്, ഒരു ഡോക്ട്രിനുണ്ട്. ന്യൂക്ലിയർ വെപ്പൺ സംബന്ധിച്ചൊരു ഡോക്ട്രിനുണ്ട്. നമ്മുടെ ഡോക്ട്രിൻ സിദ്ധാന്തം നമ്മൾ തിരുത്തി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ ആലോചിക്കണം, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമുക്കിട്ട് അടി കിട്ടി നമ്മുടെ ഒരു ഭാഗം തളർന്നു പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ചടിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പാകിസ്ഥാൻ 1-2 ആണവ ബോംബുകൾ ഇട്ട് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചതിന് ശേഷം തിരിച്ചടിക്കാൻ നമുക്ക് പറ്റുമെന്ന് എന്താ ഉറപ്പ്? അപ്പോൾ അവനിത് റെഡിയാക്കുമ്പോഴേ അവൻ അടി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ നിലപാട്. അങ്ങനെ ഒരു നിലപാടിലേക്ക് രാജ്യത്തെ എത്തിക്കാൻ മോദിയുടെ സർക്കാർ വരേണ്ടി വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആണവായുധങ്ങളൊക്കെ ഉണ്ട്, അത് ലോഞ്ച് ചെയ്യാനുള്ള മിസൈലുകളൊക്കെ നമുക്കുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അഗ്നി 5 ഒന്നില്ലേ, 5000 മുതൽ 8000 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ആണവ ആയുധങ്ങൾ വഹിക്കാൻ പറ്റുന്ന മിസൈലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ എവിടെ ഉണ്ടെന്നുള്ള ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ ആണവ ശേഖരത്തിൻ്റെ ഒരു ഘടന പറയാം. നമുക്ക് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ് എന്ന് പറയുന്ന SFC എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അവരുടെ കസ്റ്റഡിയിലാണ് ഇന്നിരിക്കുന്നത് ആണവായുധങ്ങളുടെ സംഭരണം, നിയന്ത്രണം, അത് ഉപയോഗിക്കാനുള്ള കമാൻഡിങ് സ്വിച്ച് എന്നൊക്കെ പറയുന്നത് SFC, സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡാണ്. ഇത് നമ്മുടെ സ്റ്റോക്ക് പൈൽ, ആണവായുധങ്ങളുടെ സ്റ്റോക്ക് പൈൽ ഓർക്കുന്നില്ലേ? കിരാന ഹിൽസിൽ പാകിസ്ഥാൻ്റെ സ്റ്റോക്ക് പൈലിൽ നമ്മൾ അടി കൊടുത്തു എന്ന് പറയുന്ന സാധനം നമ്മൾ ഒഫീഷ്യലി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ആ റേഡിയേഷനൊക്കെ വന്നപ്പം ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു, അൺഒഫീഷ്യലി സ്ഥിരീകരിക്കപ്പെട്ടതാണ് അവരുടെ ആണവായുധ ശേഖരം നമ്മൾ തകർത്തു എന്നുള്ളത് പാകിസ്ഥാൻ്റെ ഏതാണ്ട് അനൗദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് പൈലിൻ്റെ ചുമതല ഒരു ലെഫ്റ്റനൻറ്റ് ജനറലിൻ്റെ റാങ്കിലുള്ള 3 സ്റ്റാർ ഉള്ള ഒരാളാണ് ആയിരിക്കും SFC എന്ന് പറയുന്ന സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിൻ്റെ തലവൻ. ഇത് എത്രയുണ്ട്? പക്ഷേ ഈ SFCയിലുള്ള ആളുകൾക്ക് പോലും എല്ലാവർക്കും ഇതെത്ര ആയുധങ്ങളുണ്ട്, ഇതെവിടെയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. ഇത് SFC ഉണ്ടെങ്കിൽ പോലും SFC പ്രവർത്തിക്കുന്നത്
പൂർണ്ണ വിവരങ്ങൾ SFCക്ക് പോലും അവരോട് പറയുകയാണ്, നിങ്ങൾ അത് വിക്ഷേപിക്കൂ എന്നുള്ള അല്ലെങ്കിൽ അത് പ്രയോഗിക്കൂ എന്നുള്ള ഉത്തരവ് വരുമ്പോൾ അത് നടപ്പാക്കുന്നൊരു ഏജൻസിയാണ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൺട്രോൾ ആരുടെയിലാണ്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ കൗൺസിലുണ്ട്, രാഷ്ട്രീയ കൗൺസിൽ. നമ്മൾ ആണവായുധം പ്രയോഗിക്കണോ, പട്ടാളമല്ല തീരുമാനിക്കുന്നത്. പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ കമാൻഡുണ്ട്. ആ കമാൻഡാണ് തീരുമാനിക്കുന്നത്. ഈ കമാൻഡിൽ ഈ പൊളിറ്റിക്കൽ കമാൻഡും ഒരു എക്സിക്യൂട്ടീവ് കമാൻഡും നമുക്കുണ്ട്. എക്സിക്യൂട്ടീവ് കമാൻഡിൻ്റെ അധ്യക്ഷൻ NSA ആണ്, അജിത് ഡോവൽ, അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ആണവായുധങ്ങളുടെ വിന്യാസം, അത് എവിടേക്ക്, അതിൻ്റെ ലൊക്കേഷൻ, അത് എവിടെ ഇരിക്കുന്നത്, എപ്പോൾ പ്രയോഗിക്കണം എന്ന് തീരുമാനമെടുക്കാൻ കഴിയുന്ന രണ്ട് പേരേ ഉള്ളൂ. അത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ തീരുമാനം അനുസരിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രീയ തീരുമാനമെടുക്കും. ആ തീരുമാനം എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ആരാണ്? NSA ആണ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവൽ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന. അതായത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായും ഇന്ത്യയുടെ ആണവായുധത്തിൻ്റെ നിയന്ത്രണം ആർക്കാണ്? സിവിലിയനാണ്. സിവിലിയൻ, പട്ടാളത്തിൻ്റെ അല്ല. സൈന്യം വിചാരിച്ചാൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പം ട്രംപ് പോകുമ്പോൾ ട്രംപിൻ്റെ കൂടെ ഈ ആറ്റമിക് ബോംബുകൾ പ്രയോഗിക്കാനുള്ള ഒരു സ്പെഷ്യൽ കമ്പ്യൂട്ടർ ഉണ്ടാവും. അതിൻ്റെ കീ അദ്ദേഹത്തിന് മാത്രമേ ഈ പാസ്വേഡ് അറിയാവുള്ളൂ. ഒരു പ്രസിഡന്റ് മാറി അടുത്ത പ്രസിഡന്റ് വരുമ്പോഴത്തേക്ക് ഈ പാസ്വേഡ് പറഞ്ഞു കൊടുക്കും. ആ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ സൈന്യം എടുത്തിത് വെച്ചാൽ പോലും ഇത് ലോഞ്ച് ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് അടിക്കണം. അത് അമേരിക്കൻ പ്രസിഡന്റിന് മാത്രമേ അറിയാവുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റിന് ആ പാസ്വേഡ് കൊടുക്കുന്നു. ആ പാസ്വേഡിൻ്റെ ഏക കസ്റ്റോഡിയൻ പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കും. അത് തന്നെയാണ് എല്ലാ ആണവായുധ രാജ്യങ്ങളിലും. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ് ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ വിന്യസിക്കാനും വിക്ഷേപിക്കാനുമുള്ള രഹസ്യ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ തർക്കമില്ല. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട്, ഇപ്പം മോദിയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരാളിങ്ങനെ ഒരു പെട്ടി പിടിച്ചുകൊണ്ട് കൂടെ നടക്കും. അത് പണ്ടൊക്കെ ആളുകൾ പറയാം, അതെന്നറിയോ, അത് നമ്മുടെ അണുവായുധം പ്രയോഗിക്കാനുള്ള അനുവാദം കൊടുക്കാനുള്ള പാസ്വേഡ് അടിക്കാനുള്ള ലാപ്ടോപ്പ് പോലത്തെ സാധനമാണെന്ന് ആണ് സമീപകാലത്ത് വരെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതല്ല, അതെന്ന് പറഞ്ഞാൽ അതൊരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ്. അത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് പ്രധാനമായും ഈ VIP പ്രധാനമന്ത്രിക്ക് മാത്രമല്ല, രാഷ്ട്രപതി പോകുമ്പോഴും ഒക്കെ ഉണ്ട്. പെട്ടെന്നൊരു ആക്രമണം വല്ല കൊണ്ടാണ് ഇത് പെട്ടെന്ന് തുറന്നിട്ട് ഈ ജാക്കറ്റ് എടുത്ത് PM-നെ ലോക നേതാക്കന്മാർക്കെല്ലാം ഉണ്ടത്. ഇപ്പം നെതന്യാഹു പോകുമ്പോഴും കാണാം ഇങ്ങനൊരു ബ്രീഫ് കേസ് തൊട്ട ഒരാൾ. അതുകൂടാതെ ഈ അണവായുധത്തിൻ്റെ കോഡുള്ള ബ്രീഫ് കേസൊക്കെ ഈ രാഷ്ട്രത്തലവന്മാർ പോകുമ്പോൾ അണവായുധ രാജ്യങ്ങളാണെങ്കിൽ കൂടെ ഉണ്ടാവാം. അത് കൈ പിടിച്ചുകൊണ്ട് നടക്കട്ടെ, എപ്പോഴും ആണവായുധം പ്രയോഗിക്കാൻ പോകല്ലേ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് അത് കൂടാതെ ഈ കൗൺസിൽ എന്ന് പറയുന്നതിനകത്ത് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, ഇത്രയും പേരുണ്ട്. ഇതിനാണ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, CCS എന്ന് പറയുന്നത്. നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂരിലും മുമ്പ് ഈ CCS യോഗം ചേർത്തത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള ഒരു ചുമതല എന്ന് പറയുന്നത് CCS ഉൾപ്പെടുന്ന, NSA ഉൾപ്പെടുന്ന, പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന ഒരു ഫോറമാണ് ഈ ആണവ കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. സൈന്യത്തിനകത്ത് റോളൊന്നുമില്ല. സൈന്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സേനയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് NSA മാത്രമാണ്. അപ്പോൾ നമ്മുടെ അജിത് ഡോവൽ പട്ടാളക്കാരനല്ല, IPS കാരനാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഘടന. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആണവായുധങ്ങൾ നമുക്കൊരു ന്യൂക്ലിയർ ട്രയാഡുണ്ട്. ട്രയാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെല്ലാം തരത്തിൽ 3 തരത്തിലാണ് നമ്മുടെ അണവായുധങ്ങൾ വിന്യസിക്കാൻ പോകുന്നത്. നമുക്ക് ലാൻഡ് ബേസ്ഡ് ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകളുണ്ട്, കരയിൽ നിന്ന് അയക്കാവുന്ന അണവായുധ ശേഖരമുണ്ട്. പിന്നെ എയർ ബേസ്ഡ് ഉണ്ട്, എയർ ലോഞ്ച്ഡ് ക്രൂസ് മിസൈലുകൾ. നമ്മുടെ അണവായുധങ്ങൾ നമുക്ക് കരയിൽ നിന്ന് നയിക്കാൻ പറ്റും, വിമാനത്തിൽ നയിക്കാൻ പറ്റും. അതുകൂടാതെ എയർ സർഫസ് മിസൈൽസ് ഉണ്ട്, ഗ്രാവിറ്റി ബോംബുകളായിട്ടുള്ള അണവായുധങ്ങൾ നമുക്കുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അരിഹന്ത് പോലെയുള്ള ന്യൂക്ലിയർ സബ്മറീനുകളിൽ നമ്മുടെ അണവായുധങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട്. എവിടെയാണ് ഈ അണവായുധങ്ങൾ ഏറ്റവും കൂടുതൽ വെച്ചിരിക്കുന്നതെന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നമ്മുടെ ആണവായുധങ്ങളെക്കുറിച്ച് പൊതുവിൽ പറയപ്പെടുന്നത്, ഈ ഡിഫൻസ് സൈറ്റുകളിൽ പറയുന്നത്, ഇന്ത്യയുടെ ആണവായുധങ്ങൾ ഇപ്പോൾ പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന അത്യുന്നത ബോഡി ഏതെങ്കിലും രാജ്യത്തിൻ്റെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചു ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ലോക്ക് മാറ്റാനുള്ള പാസ്വേഡ് നരേന്ദ്രമോദി അമർത്തി. 1 2 3 4 എന്നാണ് പാസ്വേഡ് അമർത്തി കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിൽ
ആണവ ആയുധം പ്രയോഗിക്കുമെന്ന് വെച്ചാൽ 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ ആണവായുധങ്ങൾ പോകും. അതായത് പൊളിറ്റിക്കൽ നേതൃത്വം തീരുമാനിച്ച് അതിൻ്റെ പാസ്വേഡ് ഇട്ട് ഗ്രീൻ സിഗ്നൽ കൊടുത്താൽ വിതിൻ 15 മിനിറ്റ്സ് നമ്മുടെ ആണവായുധങ്ങൾ ലോഞ്ച് ചെയ്യപ്പെടും. റെഡിയാക്കി വെച്ച അത്രയ്ക്ക് റെഡിയാണ്, സാധനം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്നാണ് ഈ വിദേശ പ്രതിരോധ സൈറ്റുകൾ. അങ്ങനെ വേണമല്ല, പിന്നെ ഈ പ്രധാനമന്ത്രി തീരുമാനിച്ച് എന്നാൽ അടുത്ത ആഴ്ച പോയി വണ്ടി വിളിച്ചുകൊണ്ട് വന്ന് അങ്ങനെയൊന്നുമില്ലല്ലോ. 15 മിനിറ്റ് ഇത് വേണം വാർഹെഡ് ഘടിപ്പിക്കാൻ. പക്ഷേ നമുക്ക് ഓൾറെഡി 15 മിനിറ്റുകളും പോലും വേണ്ട. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സബ്മെറീനുകൾ തുടങ്ങിയുള്ള ചില സ്ഥലങ്ങളിൽ കൃത്യമായ ഓൾറെഡി ഈ സ്റ്റോക്ക് പൈൽ ഘടിപ്പിച്ച സംവിധാനങ്ങൾ പോലും ഇന്ത്യക്കുണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. 15 മിനിറ്റൊന്നും വേണ്ട, ചിലപ്പോൾ വിതിൻ സെക്കൻഡ്സ് PM-ൻ്റെ ഈ കോഡ് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ സെക്കൻഡ്സ് അയക്കാനുള്ള സംവിധാനം പോലും ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുണ്ട് എന്ന് ചില ഡിഫൻസ് സൈറ്റുകളിൽ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പ്രധാനമായും നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് മുമ്പ് നമ്മുടെ വിമാനങ്ങളിൽ ഇപ്പോൾ നിലവിലുള്ള അനുസരിച്ച് മിറാഷ് 2000, സുഖോയ് Su-30MK ഇതിലൊക്കെയാണ് നമ്മുടെ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള വിമാനങ്ങൾ. റഫേലിൻ്റെ കാര്യം എനിക്കറിയില്ല. റഫേലിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ റഫേലിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഘടിപ്പിച്ചതായിട്ട് കാണുന്നില്ല. ഇനി പ്രിയൻ ചോദിച്ച ചോദ്യം, എവിടെയാണ് നമ്മുടെ ആണവായുധങ്ങളുള്ളത്? ഞാൻ കേരളത്തിലെ ഒരു സ്ഥലത്ത് ഞാൻ പോവുകയുണ്ടായി. പോയപ്പം അവിടെ കുറേ കോളനികളുണ്ട്. ഈ കോളനിയിലുള്ള ആളുകൾ ആയിട്ട് ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ പോയതാണ്. പോയപ്പോൾ ആ കോളനിയിലുള്ള ഒരു വലിയ പരാതി, ഇവിടെ എല്ലാവർക്കും ക്യാൻസറാണ്, ഭയങ്കരമായിട്ട് ക്യാൻസറാണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു കുട്ടികളുണ്ട്, ചിലരൊക്കെ മുടിയൊക്കെ മുട്ടയടിച്ച് RCC പോയി റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിരിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇതിന് കാരണം ഇവിടെ സൈന്യത്തിൻ്റെ ആണവ ശേഖരമുണ്ട് ആളുകൾ പറയുകയാണ്. അപ്പോൾ അവിടുത്തെ പ്രാദേശികമല്ല രാഷ്ട്രീയക്കാർ അത് തുറന്നു പറഞ്ഞെനിക്ക് മടിയൊന്നുമില്ല, CPI-MLൻ്റെ ആൾക്കാരാണ്. അവർ പറയുന്നു ഇതിന് കാരണം വേറൊന്നുമല്ല, ഇവിടെ വ്യാപകമായി ഈ കോളനിയിൽ ക്യാൻസർ രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് കാരണം ഭൂമിക്കടിയിൽ ഇവിടെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അപ്പുറത്ത് ഇന്ത്യയുടെ ആയുധ ശേഖരമുണ്ട്, അതിനകത്ത് അണുബോംബുണ്ട്, അതിൻ്റെ റേഡിയേഷൻ വരികയാണ് എന്നിവർ പറയുന്നു. അത് അവർ പറയുന്നത് ഇത് സർക്കാരിനൊക്കെ ഇതറിയാം, പക്ഷേ സർക്കാർ പരിഗണിക്കുന്നില്ല. കാരണം ഇവിടെ താമസിക്കുന്നവർക്ക് ക്യാൻസർ ഉണ്ടാവുന്നു എന്ന് അംഗീകരിച്ചാൽ അതേക്കുറിച്ച് പഠനം നടത്തേണ്ടി വരും, ഇവിടെ ഈ ആണവ ബോംബുകൾ ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും എന്നൊക്കെ ഇവർ പറയുന്നു എന്നൊക്കെ അവർ പറഞ്ഞു. അത് ഞാൻ ഒരു മാധ്യമപ്രവർത്തനം എന്നതിൽ ഞാൻ ജോലി ചെയ്തിരുന്ന പത്രത്തിന് വേണ്ടി ഒരു സ്റ്റോറി റിപ്പോർട്ട് ചെയ്യാൻ ആ സ്ഥലത്ത് ചെന്നപ്പോഴാണ് ഇതുണ്ടായത്. പക്ഷേ എനിക്കതിനകത്ത് വളരെ വിചിത്രമായി തോന്നിയത് ഈ ആണവ ആയുധങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ റേഡിയേഷൻ ഇങ്ങനെ പുറത്തേക്ക് വരുമെന്നൊക്കെയുള്ള അവിശ്വസനീയമാണ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. അത്രയും ഹൈ സെക്യൂരിറ്റിയിൽ സൂക്ഷിക്കുന്നതാണ്. പക്ഷേ പാവപ്പെട്ട ആളുകളെ ഈ സർക്കാരിനെതിരെയും ഒക്കെ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ്. ഇതിനെ ഭൂമിക്കടി നിങ്ങളിരിക്കുന്നതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഇന്ത്യ കൊണ്ട് അണുബോംബുകൾ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്യാൻസറൊക്കെ വരുന്നത് എന്ന് പറയുന്ന ഒരു രാജ്യവിരുദ്ധമായ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്ഥലം പറയാത്തത്. പക്ഷേ ഈ നമ്മുടെ പ്രധാനപ്പെട്ട എയർ ബേസുകളുടെ അടുത്ത്, നേവൽ ബേസുകളുടെ വെളിപ്പാടകലെ ഒക്കെ നമുക്ക് ആണവായുധങ്ങൾ ഉണ്ടാവാം. ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഉണ്ടാവാം. പിന്നെ പ്രധാനമായും നോക്കേണ്ട നമ്മുടെ പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങൾ പാകിസ്ഥാനും ചൈനയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായും അവർക്ക് വളരെ അടുത്തായിരിക്കണം നമ്മുടെ ആണവായുധ ശേഖരങ്ങളുണ്ട്. ചിലർ കർണാടകയിലുണ്ടെന്ന് പറയുന്നുണ്ട്, ചിലർ മഹാരാഷ്ട്രയുണ്ടെന്ന് പറയുന്നുണ്ട്, വേറെ ചിലർ പറയുന്നത് ഒഡീഷയാണ് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യ വെച്ചിരിക്കുന്ന സ്ഥലം. കാരണം ഒഡീഷയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും ഏതാണ്ട് തുല്യ ദൂരമാണ്. അതുകൊണ്ട് ഒഡീഷയിൽ അതീവ രഹസ്യമായി നമ്മുടെ ആണവ ശേഖരം ഉണ്ടെന്ന് പറയുന്നു. വേറെ ചിലർ പറയുന്നത് ഈ മഹാരാഷ്ട്രയിൽ ഈ ഭദ്രക് ജില്ലയിലാണ് പഴയ വീലർ ദ്വീപ് ഉണ്ടായിരുന്നു. വീലർ ദ്വീപിൻ്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൽ കലാം ഐലൻഡ് എന്നാണ്. മഹാരാഷ്ട്രയല്ല, ഒഡീഷയിൽ ബിജു പട്നായിക് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ ദ്വീപിൽ വെച്ചാണ് നമ്മുടെ 1993 പൃഥ്വി മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയത്. ആൾപ്പാർപ്പില്ലാത്ത ഒരു ഐലൻഡാണ്. അപ്പോൾ അത് അവിടെ വെച്ച് പരീക്ഷണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അബ്ദുൽ കലാം ഒഡീഷ മുഖ്യമന്ത്രി ബിജു പട്നായിക്കോട് പറഞ്ഞു, ഈ ദ്വീപ് ഇനി തന്നേക്ക്, പ്രതിരോധ വകുപ്പിൽ തന്നേക്ക്, ഞങ്ങൾക്ക് പരീക്ഷണങ്ങൾ നടത്താൻ. സമുദ്രത്തിൽ ഒറ്റപ്പെട്ട ദ്വീപാണ്, അവിടെ നിന്ന് വളരെ ദൂരത്തേക്കൊക്കെ മിസൈൽ പരീക്ഷണം നടത്താൻ പറ്റും, അതുകൊണ്ട് വളരെ ഐഡിയൽ ആയതുകൊണ്ട് തരാൻ പറഞ്ഞു. അങ്ങനെ വീലർ ദ്വീപ് ബിജു പട്നായിക്ക് പ്രതിരോധ വകുപ്പിന് കൊടുത്തു. പ്രതിരോധ വകുപ്പിന് കൊടുക്കുന്നതിന് മുമ്പ് ബിജു പട്നായിക്ക് അബ്ദുൽ കലാമിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ ആ ദ്വീപിന് അബ്ദുൽ കലാം ഐലൻഡ് എന്ന് പേരിട്ടിട്ടാണ് ആ ദ്വീപ്
ഡിഫൻസിന് കൊടുത്ത്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ആണവ പരീക്ഷണങ്ങൾ നടത്തി. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ അബ്ദുൽ കലാം ഐലൻഡിൽ ഇന്ത്യ ആണവായുധങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാം അവിടെയാണ് നമ്മൾ നിരന്തരം പരീക്ഷണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് എന്നും മറ്റുള്ളവർ സംശയിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ആളുകൾക്ക് സംശയിക്കാൻ ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്നിടത്ത് കൊണ്ടുവെക്കാൻ സ്വാഭാവികമായും ആരും ചെയ്യത്തില്ല. പിന്നെ അതുകൊണ്ട് ആളുകൾ സംശയിക്കാതിരിക്കുന്നിടത്താണ് കൊണ്ടുവെക്കുക. ഇനി അതിന് ഒരു മറുതിയറിയുണ്ട്. എല്ലാവരും കരുതും അവിടെ വീലർ ഐലൻഡിൽ എപ്പോഴും ഇവർ അല്ല അബ്ദുൽ കലാം ഐലൻഡിൽ ഇവരെപ്പോഴും പരീക്ഷണം നടത്തും, അതുകൊണ്ട് അവിടെ ഉണ്ടെന്ന് നമ്മളൊക്കെ കരുതും. അതുകൊണ്ട് അവരവിടെ വെക്കാൻ സാധ്യതയില്ല എന്ന് കരുതുകയാണെങ്കിൽ അവിടെ തന്നെ വെക്കാം. അങ്ങനെയുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ത്യക്ക് ആണവായുധങ്ങളുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്ന പോലെ സിപ്രി പറയുന്ന പോലെ 180 വാർ ഹെഡുകൾ, 180 അണുബോംബുകൾ നമുക്കുണ്ട്. ഈ 5000 കിലോ പ്ലൂട്ടോണിയം, സമ്പുഷ്ടീകരിച്ച പ്ലൂട്ടോണിയം ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ 1000 എണ്ണം വരെയൊക്കെ ഉണ്ടാക്കാം. ചെറിയ സാധനം, ചെറിയ മതിയല്ലോ, ഉണ്ടാക്കാം എന്ന് പറയുന്ന പ്രതിരോധ രംഗത്തെ ഡിഫൻസ് സൈറ്റുകളും ഉണ്ട്. ഏതായാലും ഇന്ത്യക്ക് ആണവായുധം ഉണ്ടെന്ന് തർക്കമില്ല. അത് എവിടെയാണെങ്കിലും ഭദ്രമായിരിക്കട്ടെ, അതിൻ്റെ പാസ്പോർട്ട് സുരക്ഷിതമായിരിക്കട്ടെ. അത് നമ്മൾ ഈ ബോംബുണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞതെന്നറിയോ, ഇന്ത്യയുടെ ആണവായുധങ്ങൾ സമാധാനത്തിനായുള്ള ആയുധങ്ങളാണ്. സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഉണ്ട് എന്നറിയാവുന്നതുകൊണ്ട് ഇങ്ങോട്ടും മെക്കിട്ട് കയറാൻ അങ്ങനെ ആരും വരത്തില്ല. അതുകൊണ്ട് സമാധാനം ഉറപ്പാക്കാൻ ഇന്ത്യയുടെ അണുബോംബുകളുടെ എണ്ണം ഇപ്പോൾ 180 സിപ്രി പറയുന്ന പോലെങ്കിൽ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ അതൊരു 500ലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.